ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിലാമസ് ആണ്. അപ്പൊ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം ആണ് നാളെ വരുന്നത് അല്ലെ. എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, റിവിഷൻ ഒക്കെ ചിലപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൂടെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് MCQs ആണ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഒരു മാർക്ക് ആണെങ്കിൽ പോലും ചില സമയത്ത് ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിങ്ങളുടെ എക്സാമിന്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാൻ പോസിബിലിറ്റി ഉള്ള എല്ലാ MCQസും ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്കൊന്ന് സെറ്റ് ആക്കിയാലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് MCQസിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഓരോരോ ചാപ്റ്റേഴ്സിലെയും ആ പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ്സ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഡിമാൻഡ് കൂടുമ്പോഴാണ്. ഡിമാൻഡ് കൂടണമെങ്കിൽ ഉറപ്പായിട്ടും നോർമൽ ഗുഡ്സിന്റെ കേസ് ആയതുകൊണ്ട് അവിടെ ഇൻകം കൂടിയിട്ടുണ്ടാകും, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. സോ ഇൻകം ഇൻക്രീസസ് ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദെൻ അടുത്തത്: ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ഇസ് 10% ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. നമുക്കറിയാം മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ CRR വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. 1/CRR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മണി മൾട്ടിപ്ലയർ കിട്ടും. ഇവിടെ നമുക്ക് CRR 10% ആണ്, അതായത് 0.1 ആണ്. സോ 1/0.1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ആണ് മണി മൾട്ടിപ്ലയർ എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ആണ് കേട്ടോ, നമ്മുടെ മണി ആൻഡ് ബാങ്കിങ്ങിലെ ചോദ്യമാണ്. ദെൻ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന് അങ്ങനെ ഒരു നെഗറ്റീവ് സ്ലോപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫായി മാറാൻ കാരണം എന്താണ് എന്നുള്ളതാണ് അല്ലെ. ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ബണ്ടിലുകൾ മാത്രം കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. നമുക്കറിയാം അതിലൊരു പ്രൊഡക്റ്റ് കുറച്ചധികം വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ പ്രൊഡക്റ്റിന്റെ കൺസംഷൻ നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും അല്ലേ. സോ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതിന്റെ റീസൺ. ദെൻ അടുത്തത്: ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസിനെ ബാലൻസ് ഓഫ് ട്രേഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദെൻ അടുത്ത ചോദ്യം: ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത്. നമ്മുടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് അല്ലേ, അതിൽ ചോദിക്കുകയാണ് ചോയ്സ് ഓഫ് ടെക്നോളജി, ഏത് ടെക്നിക് ഉപയോഗിക്കണം എന്നുള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം അത് ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. അവിടെയാണ് ഏത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ഇൻറ്റൻസീവ് എടുക്കണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എടുക്കണോ എന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ, ഹൗ ടു പ്രൊഡ്യൂസ്. ദെൻ അടുത്തത്: സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി അറൈസസ് ഡ്യൂ ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. എന്ത് കാരണം കൊണ്ടാണ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിലേറ്റീവ് സ്കെയർസിറ്റി ആണോ, അബൻഡൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണോ, ലിമിറ്റഡ് ഹ്യൂമൻ വാൺസ് ആണോ. നമുക്കറിയാം അല്ലേ, സ്കെയർസിറ്റി ഓഫ് റിസോഴ്സസ് കാരണമാണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ടും ഹ്യൂമൻ വാൺസ് അൺലിമിറ്റഡ് ആയതുകൊണ്ടും റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളത് കൊണ്ടുമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അതിലൊരു റീസൺ, വൺ ഓഫ് ദ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത്: ദ റേഷ്യോ ബിറ്റ്വീൻ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ആൻഡ് സ്റ്റോക്ക് ഓഫ് ഹൈ പവേർഡ് മണി. നമുക്കറിയാം M/H എന്നൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? മണി മൾട്ടിപ്ലയറിന് വേണ്ടിയിട്ട് അല്ലെ. അതിൽ സ്റ്റോക്ക് ഓഫ് മണി എന്ന് പറയുന്നതാണ് M, ഹൈ പവേർഡ് മണിയാണ് H. അപ്പൊ എന്തായാലും ആ റേഷ്യോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് മണി മൾട്ടിപ്ലയർ ആയിരിക്കും. ഓക്കെ അല്ലേടാ. ദെൻ അടുത്തത്: ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കണോമി ഓൾ മേജർ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ. സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആണ്, അഥവാ സോഷ്യലിസം ആണ്. അവിടെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഗവൺമെന്റ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അതിൽ മാർക്കറ്റ് എക്കണോമി ആണെങ്കിലാണ് നമുക്ക് അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങൾ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒക്കെ വരുന്നത്. ദെൻ അടുത്തത്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1x1 + P2x2 = M ആണ് എന്ന് നമുക്കറിയാം. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത്: ഇൻ ദ ഇക്വേഷൻ C⁻ + CY, അതിൽ C⁻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ C⁻ നമുക്കറിയാം അത് ഓട്ടോണമസ് കൺസംഷൻ ആണ് അല്ലെ. ഇൻകം ഇവൻ 0 ആവുകയാണെങ്കിൽ പോലും അവിടെ ഒരു കൺസംഷൻ ഉറപ്പായിട്ടും നമുക്കൊക്കെ ഉണ്ട് അല്ലെ. മെഡിസിൻ, അതുപോലെ തന്നെ ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻകം ഇല്ല എന്ന് കരുതി നമ്മൾ വാങ്ങാണ്ടിരിക്കുന്നില്ല, അതെന്തായാലും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. സോ അതാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റിൽ വരാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ ടാക്സ് റവന്യൂ ഉണ്ട്, റിക്കവറി ഓഫ് ലോൺ ഉണ്ട്. ഡസ് നോട്ട് ആണെന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക കേട്ടോ. റിക്കവറി ഓഫ് ലോൺ ഉണ്ട്, ഗ്രാൻസ് ഇൻ എയ്ഡ് ഫ്രം ഫോറിൻ കൺട്രീസ്. അപ്പൊ നമുക്കറിയാം ഈ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് വെച്ച് വരുന്ന ഒരു വരുമാനം തന്നെയാണ്. പക്ഷെ അതെങ്ങനെയായിരിക്കണം? ഗവൺമെന്റിന് ഒരു രീതിയിലുള്ള ബാധ്യതയും ക്രിയേറ്റ് ചെയ്യാതെ ഒരു അസറ്റും കുറയ്ക്കാതെ വരുന്ന ഒരു വരുമാനമായിരിക്കണം അല്ലെ. അങ്ങനെ വരുന്നത് ടാക്സ് റവന്യൂ നമുക്കറിയാം അത് റവന്യൂ റെസിപ്റ്റ് ആണ്.
അതുപോലെ തന്നെ ഗ്രാന്റ് ആൻഡ് എയ്ഡ് ഫ്രം ഫോറിൻ കൺട്രീസ്, ഗ്രാൻഡ് ആയിട്ടൊക്കെ കിട്ടുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. ഡിവിഡൻഡ് കിട്ടുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. റിക്കവറി ഓഫ് ലോൺ ആണ് റവന്യൂ റെസിപ്റ്റ് അല്ലാത്തത്, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഓക്കെ, റെഡി അല്ലടാ? ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ഓഫ് BOP? BOPയുടെ കറന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കറന്റ് അക്കൗണ്ടിൽ വരുന്നത് ട്രേഡ് ഇൻ ഗുഡ്സും ട്രേഡ് ഇൻ സർവീസസും ട്രാൻസ്ഫർ പേയ്മെന്റ്സും ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ അതിൽ 3 വരാത്തത്. ഓക്കെ, റെഡി. ദെൻ അടുത്തത്, ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗെദർ ആർ നോൺ ആസ്. ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന, ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ആ ഗുഡ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? നമുക്കറിയാം, അത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് അല്ലെ? യെസ്. ദെൻ അടുത്തത്, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. നമുക്കറിയാം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും കൂടെ കൂട്ടുന്നതാണ് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് ഓൾവേസ് 1 ആണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അത് എപ്പോഴും 1 ആയിരിക്കണം. സോ ഈക്വൽ ടു 1 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല വർഷവും റിപ്പീറ്റഡ്ലി ഇത് എക്സാമിന് നമ്മൾ കണ്ടിട്ടുണ്ട്. വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് കസ്റ്റമറിന്റെ ആവശ്യത്തെ, കൺസ്യൂമറിന്റെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? യൂട്ടിലിറ്റി എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇതിനടുത്തത്, എ ഗുഡ് ദാറ്റ് ഇസ് നോൺ ഡ്രൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ. നോൺ ഡ്രൈവൽ എന്ന് പറയുമ്പോൾ അതായത് ഒരാൾ യൂസ് ചെയ്താൽ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ ഇല്ലാണ്ട് തീർന്നു പോകുന്നില്ല. അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, ആരെയും പുറത്താക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഗുഡ് പബ്ലിക് ഗുഡ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സ്. ദെൻ അടുത്തത്, വാല്യൂ ഓഫ് MPC എപ്പോഴും എന്തിന്റെ ഇടയിലായിരിക്കണം എന്നാണ് പറയുന്നത് നമ്മളോട്. വാല്യൂ ഓഫ് MPC എപ്പോഴും എന്തിന്റെ ഇടയിലായിരിക്കണം? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, MPC പ്ലസ് MPS എപ്പോഴും 1 ആയിരിക്കും എന്നും കൂടെ ആലോചിച്ച് വെക്കാം കേട്ടോ. ദെൻ അടുത്തത്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റെഗുലേറ്റ്സ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്, അത് RBI ആണ്. റെഡി. അടുത്ത ചോദ്യം, ഇഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ് ഇസ് മോർ ദാൻ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ലെ? എക്സ്പോർട്ട് ഇമ്പോർട്ടിനെക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു രാജ്യത്തെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് അല്ലെ? എക്സ്പോർട്ട് കൂടുക എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് സർപ്ലസ് ആയിരിക്കും. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് എക്കണോമിയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് നാഷണൽ ഇൻകം ആണോ? യൂട്ടിലിറ്റി അല്ല, ലോ ഓഫ് ഡിമാൻഡും അല്ല, പ്രൈസ് ഇഫക്റ്റും അല്ല അല്ലെ? ആദ്യം തന്നെ നമുക്കറിയാം നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിന്റെ ഇൻകം, അതാണ് മാക്രോ എക്കണോമിക് വേരിയബിൾ. ശരിയല്ലടാ? ദെൻ അടുത്തത്, ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. ഒരു കറൻസിയുടെ പ്രൈസ് നമ്മൾ മറ്റൊരു കറൻസിയുടെ പ്രൈസിൽ പറയുന്നത്. ഇപ്പം $1 കിട്ടാൻ വേണ്ടി ഇന്ത്യൻ റുപ്പി 85 കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഒരു കറൻസി മറ്റൊരു കറൻസിയുടെ പ്രൈസിൽ നമ്മൾ പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് റവന്യൂ ഡെഫിസിറ്റ് ആണ് അല്ലെ? റവന്യൂ ഡെഫിസിറ്റ് ആണ്. ദെൻ അടുത്തത്, 2 സെക്ടർ എക്കണോമി എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ 2 സെക്ടർ എക്കണോമിയുടെ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ആ 2 സെക്ടർ എക്കണോമിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേമും ഹൗസ് ഹോൾഡുമാണ്. ശരിയല്ലേ? ദെൻ അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിപ്രിസിയേഷൻ. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും ഡിപ്രിസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിയല്ലേ? ദെൻ അടുത്തത്, NFIA അല്ലെ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. അത് ഇൻക്ലൂഡഡ് ഇൻ എന്തിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്? NNPFCയിലാണ്. ദെൻ അടുത്തത്, ഗുഡ്സ് യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ആസ് ഇൻപുട്ട്. ഇൻപുട്ട് ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഗുഡിനെ നമ്മൾ പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നാണ്. ശരിയല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഇറ്റ്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആർ നോൺ ആസ്. കൺസ്യൂമർ ഗുഡ്സ് ആണത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ദെൻ അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, GNP = GDP + NFIA. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, GNP മൈനസ് ഡിപ്രിസിയേഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്താണ്? NNP ആണ് അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവസാനത്തെ ചോദ്യം ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കും കൂടി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. സോ എല്ലാവരും ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ മാക്രോ എക്കണോമിക്സിൽ പോസിബിലിറ്റി ഉള്ള എല്ലാ MCQസും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ MCQs ഒക്കെ ചിലപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ
താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മൾ മെഗാ മാരത്തോണുമായിട്ട് വരുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നമ്മൾ ആ ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ലൈവിനകത്തേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.